അങ്ങനെ വീണ്ടും ശ്വേത മേനോൻ ബിഗ് ബോസ് ഹൗസിലോട്ട് കയറിയിരിക്കുകയാണ്. ഒരു ഗസ്റ്റ് ആയിട്ടാണ് കയറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വലിയൊരു വജ്രായുധം തന്നെ നമ്മുടെ ശ്വേത മേനോന്റെ കയ്യിലുണ്ട്. അപ്പൊ അതേക്കുറിച്ചൊക്കെ സംസാരിക്കും. വീഡിയോ ആയിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. അപ്പൊ നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പൊ ശ്വേത മേനോൻ 6 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ബിഗ് ബോസിൽ വന്നിരിക്കുകയാണ്. കൂടെ ഒരു വജ്രായുധം തന്നെ ഉണ്ട് കയ്യില്. അപ്പൊ നമ്മുടെ ശ്വേത മേനോനെ ബിഗ് ബോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഒരു രാജകുമാരി ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ ഡയമണ്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ ആ ഡയമണ്ട് എന്തായിരിക്കും അതിന്റെ സവിശേഷത? എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്ക് കിട്ടുമായിരിക്കും. അപ്പൊ ആ ഡയമണ്ട് കിട്ടുന്ന ആളായിരിക്കും വേണമെങ്കിൽ നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ ആവാൻ പോകുന്നത്. ഇതൊന്നും ഉറപ്പല്ല കേട്ടോ, എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ആ ഡയമണ്ട് എന്തായാലും ഒരു പ്രത്യേക ഒരു പവർ എന്തായാലും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ആ ഡയമണ്ട് കൊണ്ട് ഒരാളെ പുറത്താക്കാനോ അല്ലെങ്കിൽ ഒരാളെ സേവ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എനിക്ക് പക്ഷെ കൂടുതലായിട്ട് തോന്നുന്നത് ക്യാപ്റ്റൻ ആകാനുള്ള ഒരു സവിശേഷതയായിരിക്കാം ആ ഡയമണ്ടിനുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. കുറച്ച് സമയം കൂടെ ഉള്ളൂ ശ്വേതമേനോൻ വരാനായിട്ട്. നമ്മളൊക്കെ കാത്തിരുന്ന പോലെ തന്നെ ശ്വേതമേനോൻ വന്നിട്ട് ഫസ്റ്റ് തന്നെ എല്ലാവരും ചൊറിയുന്നുണ്ട്, പവർ റൂമിലോട്ട് കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു തീപ്പൊരി നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് സബുമോൻ ഇന്നലെ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. കാരണം നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ കുഴപ്പം മാത്രമാണ്. അപ്പൊ ശ്വേതാമേനോൻ ഇനി വരുമ്പോ ഇനി എന്തായിരിക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ കാത്തിരിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്പെക്ടേഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ ഡയമണ്ട് എന്തിനുള്ളതായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പൊ അതൊക്കെ കമന്റ് ചെയ്യുക. ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.